നമസ്കാരം. നിങ്ങൾ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നതിനിടെ പെട്ടെന്ന് നിങ്ങളുടെ മൊബൈൽ ഫോൺ അബദ്ധവശാൽ ട്രെയിനിന് പുറത്തേക്ക് വീണു എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ സംഭവിച്ചാൽ ട്രെയിനിനുള്ളിൽ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്താമോ? തീവണ്ടിയുടെ എല്ലാ ബോഗികളിലും ചുവന്ന നിറത്തിലുള്ള ചങ്ങല കാണാം. ചങ്ങലയ്ക്ക് കീഴെ അനാവശ്യമായി ചങ്ങല വലിച്ചാൽ തടവും പിഴയും ലഭിച്ചേക്കുമെന്നും എഴുതി വച്ചിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേ ആക്ട് 1989 വകുപ്പ് 141 പ്രകാരം അനാവശ്യമായി ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തുന്നത് കുറ്റകരമാണ്. ഇത്തരത്തിൽ ആവശ്യമില്ലാത്ത കാര്യത്തിന് ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തിയാൽ വലിച്ചയാൾക്ക് 1000 രൂപ പിഴയും 1 മാസത്തെ തടവ് ശിക്ഷയും ലഭിക്കുന്നതാണ്. യാത്രികരുടെ സാധനങ്ങൾ സൂക്ഷിക്കേണ്ടത് അവരവരുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് റെയിൽവേയുടെ കാഴ്ചപ്പാടിൽ. അതിനാൽ മൊബൈൽ ഫോൺ തിരിച്ചു കിട്ടുവാനായി ട്രെയിൻ നിർത്തി എന്നത് റെയിൽവേക്ക് ഒരിക്കലും ഒരു ആവശ്യമായ കാര്യമായി അംഗീകരിക്കാനാകില്ല. സ്റ്റേഷനുകളിൽ ഇറങ്ങി വെള്ളമോ ഭക്ഷണമോ വാങ്ങിയ ശേഷം കയറാൻ കഴിയാത്തവരെ കയറ്റാൻ ചങ്ങല വലിച്ചാലും റെയിൽവേയുടെ നോട്ടത്തിൽ അനാവശ്യമായ കാര്യം തന്നെയാണ് അത്. മനുഷ്യത്വപരമായ ഇത്തരം കാരണങ്ങൾ റെയിൽവേ പോലീസിന് മുന്നിൽ നിരത്തിയിട്ട് യാതൊരു കാര്യവുമില്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനി ചങ്ങല വലിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. യാത്രക്കാർ സഞ്ചരിക്കുന്ന ബോഗികളിലെ ടാങ്കിലേക്ക് 2 പൈപ്പുകൾ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ബോഗികൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ ഈ 2 പൈപ്പുകൾ കൂട്ടിഘടിപ്പിച്ചിരിക്കുന്നത് കാണാം. ഈ പൈപ്പുകളിൽ ഉയർന്ന മർദ്ദത്തിൽ വായു സംഭരിച്ചിട്ടുണ്ടാകും. ആരെങ്കിലും ചങ്ങല വലിക്കുകയാണെങ്കിൽ ഈ പൈപ്പിലെ മർദ്ദം നേരിയ തോതിൽ കുറയുകയും അതുമൂലം ട്രെയിനിൻ്റെ വേഗത കുറയുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ ടാങ്കിലെ മർദ്ദം കുറയുമ്പോൾ തീവണ്ടി ചക്രങ്ങളിൽ ബ്രേക്ക് പാഡ് അമരുകയും വണ്ടിയുടെ വേഗം കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ പൈപ്പിലെ മർദ്ദം കുറഞ്ഞ വിവരം മനസ്സിലാക്കിയ ലോക്കോ പൈലറ്റ് ബ്രേക്ക് പൂർണ്ണമായും ഉപയോഗിക്കുന്നു. ഇങ്ങനെയാണ് ട്രെയിൻ പെട്ടെന്ന് നിൽക്കുന്നത്. ലോക്കോ പൈലറ്റിന് ചെയിൻ വലിക്കുവാനുണ്ടായ സാഹചര്യം മനസ്സിലാകുന്നില്ല. എന്തെങ്കിലും അപകടമാണെന്ന് കരുതിയായിരിക്കും മിക്കവാറും അദ്ദേഹം ട്രെയിൻ നിർത്തുന്നത്. ഇത്തരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന തീവണ്ടി ചങ്ങല വലിച്ചു നിർത്തിയാൽ നഷ്ടപ്പെടുന്നത് 15 മിനിറ്റാണ്. ചങ്ങല വലിക്കുന്ന കോച്ചിൻ്റെ ബ്രേക്കിൻ്റെ വാക്യൂം ട്യൂബ് തുറക്കുമ്പോഴാണ് വണ്ടി നിൽക്കുന്നത്. ഈ വാക്യൂം ട്യൂബ് അടച്ചതിന് ശേഷം മാത്രമേ യാത്ര തുടരാവൂ. സ്റ്റേഷനിലാണെങ്കിൽ അവിടുത്തെ മെക്കാനിക്കൽ ജീവനക്കാർ ട്യൂബ് അടയ്ക്കും. എന്നാൽ വഴിയിൽ എവിടെയെങ്കിലും വെച്ചാണെങ്കിൽ വണ്ടി നിന്ന ശേഷം പിന്നിൽ നിന്ന് ഗാർഡ് ട്രാക്കിലൂടെ നടന്നു വന്ന് ശരിയാക്കണം. അതോടൊപ്പം തന്നെ ട്യൂബ് അടച്ച ശേഷം ചങ്ങല വലിച്ച ആളെ കണ്ടെത്തി റിപ്പോർട്ട് ഉണ്ടാക്കണം. ഇനി ഏതെങ്കിലും പാലത്തിലാണെങ്കിൽ പറയുകയേ വേണ്ട, നിന്ന വണ്ടി വീണ്ടും ഓടാൻ അരമണിക്കൂറെങ്കിലും എടുക്കും. അതുകൊണ്ട് ഫോൺ പോയാൽ പോട്ടെ എന്ന് വെക്കുക, അല്ലാതെ വേറെ വഴിയില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.